ഐ നീഡ് എ ഡിവൈൻ വിസ്ഡം. എനിക്കൊരു ദൈവ പരിജ്ഞാനം. ലോകം പറയുന്നതല്ല, അവരെന്നെ ഭോഷൻ എന്ന് വിളിച്ചാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വീട്ടിൽ നല്ലൊരു അപ്പനായി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ ധാരണ എന്താ? സമൂഹത്തിൽ ഇറങ്ങി ഒരു പാലിയേറ്റീവ് പോകുന്നത്, അല്ലെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നത്, വിശുദ്ധനായിട്ട് 10 പേര് പറയുന്നത്, നമ്മുടെ അടക്കത്തിന് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇതുപോലെ ആളുകൾ, 10 പേര് നിങ്ങളുടെ അടക്കത്തിന് വന്നാൽ നിങ്ങളുടെ വികാരി അച്ഛൻ മാത്രം ആ പള്ളി മതി. നാട്ടിലുള്ള അച്ഛന്മാരെല്ലാം ഒന്നും വരണ്ട. പക്ഷെ ആ വികാരി പറയണം, ദ മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ഇൻ ദിസ് പാരിഷ്, ഈ പള്ളിയിലെ ഏറ്റവും ആവശ്യമായ ഒരാളാണ് പോയത്. കുടുംബത്തിലെ മക്കൾ പറയണം, അയ്യോ ജീവിതത്തിൽ ഒരിക്കലും നികത്താകാനാകാത്ത എൻ്റെ വിടവാണ് എൻ്റെ അപ്പൻ. അത് പറയിപ്പിച്ചാൽ നിങ്ങൾ ആരായി? വിശുദ്ധരായി. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് വിശുദ്ധി സൂക്ഷിക്കാൻ സാധിച്ചാൽ മതി. ഇനി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ബന്ധങ്ങളിലും ഇത് ഓർക്കണം കേട്ടോ. എനിക്കെന്തെല്ലാം കിട്ടുന്നുവെന്നല്ല പരാതികൾ, അതുകൊണ്ടാണ് തീരാത്തത്. മറിച്ച് എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഒരു വിശുദ്ധൻ്റെ പെരുന്നാൾ നമുക്കായിരിക്കാൻ സാധിക്കുന്നത്. എൻ്റെ പ്രസംഗം നിർത്തേണ്ടതുകൊണ്ടായിരിക്കാം മഴ പെയ്യുന്നത്. അതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുക. ദാവീദ് പറഞ്ഞു, സ്ഥിരതയുള്ള ഒരു ആത്മാവിന് വേണ്ടി 3 പ്രാർത്ഥനകൾ. എന്തെല്ലാമാണ്? നിങ്ങൾ എന്നോട് ഇച്ചിരി സഹതാപം കാണിക്കണം. ഇത്രയും ദൂരം 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം എനിക്കിനി മീൻപാറ യാത്ര ചെല്ലാൻ. അതുകൊണ്ട് ഇച്ചിരി കരുണ കാണിച്ച് ഞാൻ പറഞ്ഞു നോക്കി ഒന്ന് പറഞ്ഞു, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി. എന്തെല്ലാമാ? ഒരു രക്ഷയില്ല. 1 പറഞ്ഞു, അപ്പോൾ എൻ്റെ ആശ്രയം നിൻ്റെ കരുണയിലാവും. 2, ലംഘനങ്ങളെക്കുറിച്ച് എനിക്കൊരു അവബോധം, കാരണം അതൊരു പ്രാർത്ഥനാ വിഷയമാണ്. എൻ്റെ